ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് 2024 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 4ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഫുള്ളി സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ SCERT ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഇന്ന് 4ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം അത് ക്വസ്റ്റ്യൻ ആൻസർ രൂപേണയാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും മുമ്പും ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെ ടോപ്പിക്ക് തിരിച്ചായിട്ട് ഹെഡിങ് തിരിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് എളുപ്പം കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുമായിട്ടുള്ള കുറേയധികം ആളുകളെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ രൂപേണ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ 10 മാർക്കാണ് സിലബസിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അഞ്ചുതെങ്ങു കലാപത്തെക്കുറിച്ചാണ്. അതായത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയ്ക്കെതിരെ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ചോദിച്ചിരിക്കുന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നിരിക്കുന്നത്. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നിരിക്കുന്നത്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചു നൽകിയതാര്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് ഭൂമി കൊടുത്തിരുന്നത്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ച് നൽകിയതാരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. അടുത്ത പോയിന്റ്, അഞ്ചുതെങ്ങു കലാപത്തിന്റെ മുഖ്യ കാരണം. അഞ്ചുതെങ്ങു കലാപത്തിന്റെ മുഖ്യ കാരണം എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയതാരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. നോട്ട് ചെയ്യുക, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ ആരാണ്? ഗിഫോർഡ് ആണ്. ഗിഫോർഡ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം തലശ്ശേരി. ഉത്തരം തലശ്ശേരി. അടുത്ത പോയിന്റ് നോക്കാം. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരാണ്? ആദിത്യവർമ്മ. ഉത്തരം ആദിത്യവർമ്മ. അപ്പോൾ നമ്മൾ പഠിച്ചു, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം.
ആറ്റിങ്ങൽ കലാപം നടന്ന വർഷവും പഠിച്ചു. 1721 ആറ്റിങ്ങൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നീട് നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റാണ്, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 ഡേറ്റ് കൂടി ഓർത്തിരിക്കുക. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15 അതിനെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇത് ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. അഞ്ചുതെങ്ങ് കലാപം പഠിച്ചു, അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപവും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് പഴശ്ശി സമരങ്ങളാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് പഴശ്ശി സമരങ്ങൾ. പഴശ്ശി സമരങ്ങൾ ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. 1793 to 1797 ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. അതുപോലെ തന്നെ വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഇദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന് പ്രതിഫലമായി കേരളത്തിന് സ്വാതന്ത്ര്യ പദവി നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യുദ്ധാനന്തരം ബ്രിട്ടീഷുകാർ വാഗ്ദാനം ലംഘനം നടത്തുകയും കോട്ടയം രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്താണ്. ഇതാണ് പഴശ്ശി കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പഴശ്ശി കലാപത്തിന് തുടക്കം കുറിച്ചതിന് കാരണമാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 to 1797. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് കണ്ണൂരിലെ പുരളിമല. അതുപോലെ തന്നെ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആരുടെ മധ്യസ്ഥതയിലാണ്? ചിറയ്ക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് 1797. 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചു. ഇനി രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം ഏതാണ്? 1800 to 1805. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. ഇനി രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായ സംഭവം എന്താണ്? വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായത്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. അടുത്തത് പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ആദർ വെല്ലസി. ഉത്തരം ആദർ വെല്ലസി. അടുത്ത പോയിന്റ്, പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു. ഇവരിത്രയും പേരാണ് പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇനി നിങ്ങൾ എക്സ്ട്രാ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ് കൂടെ പറയാം. അറിയാവുന്നതായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പഴശ്ശിരാജയെ പിടികൂടാൻ ആദർ വെല്ലസി രൂപീകരിച്ച സൈനിക സംഘത്തിൻ്റെ പേരെന്താണ്? കോൽക്കാർ. കോൽക്കാർ എന്നാണ് സൈനിക സംഘത്തിൻ്റെ പേര്. പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് 1805 നവംബർ 30. പഴശ്ശിരാജ
വെടിയേറ്റു മരിച്ചത് 1805 നവംബർ 30-നാണ്. എവിടെ വെച്ചാണ് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചതെന്ന് ചോദിച്ചാൽ മാവിലൻ തോട്, മാനന്തവാടി വയനാടിലുള്ള മാവിലൻ തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കർ. അതുപോലെ തന്നെ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതും സർദാർ KM പണിക്കറാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. KKN കുറുപ്പിൻ്റെ പുസ്തകമാണ് പഴശ്ശി സമരങ്ങൾ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റ് 2019 PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KKN കുറുപ്പാണ്. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും പക്ഷേ അറിഞ്ഞിരിക്കുന്നതുമായ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട്, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ. ഇത് ഇത്രയും അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് അഞ്ചുതെങ്ങ് കലാപം പഠിച്ചു. അതുപോലെ തന്നെ അടുത്തത് ആറ്റിങ്ങൽ കലാപം പഠിച്ചു. പിന്നീട് പഴശ്ശി യുദ്ധങ്ങൾ അഥവാ പഴശ്ശി സമരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതാണ് കുണ്ടറ വിളംബരം. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പിദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്രപ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? വേലുത്തമ്പിദളവ. കുണ്ടറ വിളംബരം നടന്നതെന്ന് 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടന്നത്. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്ന ജില്ല ഏതാണ്? കൊല്ലം. കുണ്ടറ വിളംബരം നടന്ന ജില്ല ഏതാണ്? കൊല്ലം. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം. കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രം. കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടന്നത്. അടുത്തത് വയനാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു കാർഷിക കലാപമാണ് കുറിച്യർ ലഹള. കുറിച്യർ ലഹളയാണ് വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപം. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? കുറിച്യർ കുറുമ്പർ. അടുത്തത് കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ. തോമസ് വാർഡൻ ആണ് കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അടുത്തത് കുറിച്യർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതെന്ന്. കുറിച്യർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതെന്ന് 1812 മെയ് 8. 1812 മെയ് 8. അടുത്ത പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിലൊന്നാണ് മാറുമറയ്ക്കൽ ലഹള. നമുക്ക് നോക്കാം. ചാന്നാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറയ്ക്കാനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? ചാന്നാർ ലഹളയാണ്. നോട്ട് ചെയ്യുക, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. അടുത്ത പോയിന്റ്, മേൽമുണ്ട് സമരം, ശീലവഴക്ക്, മേൽശീല കലാപം,
നാടൻ ലഹള, മുലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള സമരം ആരംഭിച്ച വർഷം 1822. 1822 മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള സമരം ആരംഭിച്ച വർഷം. അടുത്തത്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മഹാരാജാവ്. അടുത്ത പോയിന്റ്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നൽകിയത് 1859. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നൽകിയത് 1859. ഡേറ്റ് വരുന്നത് ജൂലൈ 26. ഓക്കെ. അടുത്തത്, ചാന്നാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത്, 1903 തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രക്ഷോഭിച്ച് രക്തസാക്ഷിയായ വനിത ആരാണ്? നങ്ങേലി. ചേർത്തല ആണ് സ്ഥലം, നങ്ങേലി. അടുത്തത് നമ്മൾ പഠിക്കുന്നത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ്. മലയാളി മെമ്മോറിയൽ നടന്നത് 1891 വർഷം. എന്താണ് മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ്? 1891 ജനുവരി 1. 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ള. മലയാളി മെമ്മോറിയലിൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി. മലയാളി മെമ്മോറിയൽ എന്ന നിവേദനമാണത് കേട്ടോ. മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു നിവേദനമാണ്. ആ നിവേദനത്തിൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? K.P. ശങ്കരമേനോൻ. K.P. ശങ്കരമേനോൻ. അടുത്ത പോയിന്റ്, മലയാളി മെമ്മോറിയലിൽ രണ്ടാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ള തന്നെയായിരുന്നു മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയും. അദ്ദേഹം തന്നെയാണ് രണ്ടാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയത്. അടുത്തത്, മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ മൂന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണ്? 10,028. ഓക്കെ. അടുത്തത്, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. അടുത്തത്, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നു ലേഖ എഴുതിയതാരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. അദ്ദേഹത്തെ പറ്റി തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പേരാണ് ബാരിസ്റ്റർ G.P. പിള്ള. എന്തൊക്കെ പ്രത്യേകതകൾ പഠിച്ചു? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ട രണ്ടാമത്തെ വ്യക്തിയാണ്. അടുത്തത്, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതും ബാരിസ്റ്റർ G.P. പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്? C.V. രാമൻപിള്ള. C.V. രാമൻപിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് C.V. രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് C.V. രാമൻപിള്ള എഴുതിയ ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് C.V. രാമൻപിള്ള രചിച്ച കൃതിയാണ് വിദേശ മേധാവിത്വം. വിദേശ മേധാവിത്വം. അടുത്ത പോയിന്റ്, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T. രാമറാവു. T. രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്.
മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാണ് എഡ്ലി നോർട്ടൺ. എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ് എതിർ മെമ്മോറിയൽ. എന്താണ് എതിർ മെമ്മോറിയൽ? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണർമാരും അതുപോലെ തന്നെ ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും ചേർന്ന് സമർപ്പിച്ച മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജൂൺ 3 എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഇ രാമസ്വാമി അയ്യർ, രാമനാഥൻ റാവു. ഇ രാമസ്വാമി അയ്യർ, രാമനാഥൻ റാവു. അടുത്തതാണ് ഈഴവ മെമ്മോറിയൽ. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ പൽപു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ്. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176. അടുത്തത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യറാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. അടുത്തത് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? ഡോക്ടർ പൽപു. അവർണ സമുദായക്കാർക്ക് ആരാധിക്കുന്നതിനായി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഏത് നദിയിൽ നിന്നുള്ള ഒറ്റ ശിലയാണ് ഈ ശിവപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒറ്റ ശില. ഇത്രയും കാര്യങ്ങളാണ് ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പോയിന്റുകൾ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരത്തെക്കുറിച്ചാണ്. എന്താണെന്ന് നോക്കാം. അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി യാത്ര. അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര എവിടെ നിന്ന് എവിടം വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു വില്ലുവണ്ടി യാത്രയുടെ ദൂരം. വില്ലുവണ്ടി യാത്ര നടന്ന വർഷം 1893. 1893 വില്ലുവണ്ടി യാത്ര നടന്ന വർഷം. അടുത്തത് നായർ ഈഴവ ലഹള. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് നോക്കാം. നായർ ഈഴവ ലഹള നടന്ന വർഷം 1905. നായർ ഈഴവ ലഹള നടന്ന സ്ഥലം പരവൂരാണ്, കൊല്ലം ജില്ലയിലെ പരവൂർ. ഇനി അടുത്തതാണ് കായൽ സമ്മേളനം. പരീക്ഷകളിൽ സ്ഥിരം കാണാറുള്ളൊരു ചോദ്യമാണ് കായൽ സമ്മേളനത്തെക്കുറിച്ച്. നോക്കാം. അവർണ വിഭാഗക്കാർക്ക് കരയിൽ വെച്ച് യോഗം കൂടാൻ അനുവാദമില്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനു വേണ്ടി വേമ്പനാട്ടു കായലിൽ വള്ളങ്ങൾ ചേർത്തുകെട്ടി നടത്തിയ സമ്മേളനം അറിയപ്പെടുന്നതാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതാരാണ്? രണ്ട് വ്യക്തികളാണ്. ഒന്ന് പണ്ഡിറ്റ് കറുപ്പൻ, രണ്ട് കൃഷ്ണദിയാശാൻ. കായൽ സമ്മേളനം നടന്ന വർഷം 1913 ഏപ്രിൽ 1. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തി ആരാണ്? ടി.കെ. കൃഷ്ണമേനോൻ. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് ടി.കെ. കൃഷ്ണമേനോൻ. അടുത്തതാണ് കല്ലുമാല സമരം. പ്രധാനപ്പെട്ട സമരമാണ് കല്ലുമാല. നമുക്ക് നോക്കാം. സവർണ സ്ത്രീകളെ പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് കല്ലുമാല സമരം.
സവർണ സ്ത്രീകളെ പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന്റെ കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരം നടന്ന വർഷം 1915 ഒക്ടോബർ 24. 1915 ഒക്ടോബർ 24 കല്ലുമാല സമരം നടന്നത്. ഇനി അടുത്തത് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും എന്താണ്? കല്ലുമാല സമരം തന്നെയാണ് പെരിനാട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പം കല്ലുമാല സമരത്തെക്കുറിച്ച് അഥവാ പെരിനാട് ലഹളയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് 90-ാം ആണ്ട് ലഹള അഥവാ പുലയ ലഹള എന്നറിയപ്പെടുന്നത്. 90-ാം ആണ്ട് ലഹള എന്താണെന്ന് നോക്കാം. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി നടന്ന സമരമാണ് 90-ാം ആണ്ട് ലഹള. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി നടന്ന സമരമാണ് 90-ാം ആണ്ട് ലഹള. പഞ്ചമി, ഈ പേര് ഓർത്തിരിക്കുക. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പല സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് സവർണ സമുദായക്കാർ എതിർത്തതായിരുന്നു ഈ ലഹളയ്ക്കുണ്ടായ കാരണം. അതിൽ 90-ാം ആണ്ട് ലഹള നടന്ന വർഷമാണ് 1915. 1915 പുലയ ലഹള എന്നറിയപ്പെടുന്ന ലഹളയും 90-ാം ആണ്ട് ലഹളയാണ്. 90-ാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളിയാണ്. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം കൊല്ലവർഷം 1990-ലാണ് 90-ാം ആണ്ട് ലഹള നടന്ന കൊല്ലവർഷം. ഇനി ഊരൂട്ടമ്പലം ഏതു ജില്ലയിലാണ്? ഊരൂട്ടമ്പലം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്താണ്. എന്തിനാണ് ഈ ഊരൂട്ടമ്പലം ഇപ്പോൾ ചോദിച്ചത്? കാരണം തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്ത് ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടക്കുന്നതിനാൽ ഈ ലഹളയെ ഊരൂട്ടമ്പല ലഹളയെന്നും അറിയപ്പെടുന്നു. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് പൗരസമത്വവാദ സമരം. പൗരസമത്വവാദ സമരമാണ് അടുത്തത്. നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? MJ ജോൺ, TK മാധവൻ. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന വർഷം 1912 മുതൽ 1922 വരെയാണ്. ഈ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രമാണ് സ്വരാട്. നോട്ട് ചെയ്യുക. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രമാണ് സ്വരാട്. സ്വരാട് പത്രത്തിന്റെ എഡിറ്റർ ആരാണ്? AK പിള്ള. അടുത്തത് നമ്മൾ പഠിക്കുന്നത് മലബാർ കലാപത്തെ കുറിച്ചാണ്. എന്താണെന്ന് നോക്കാം. ഖിലാഫത്ത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം അഥവാ മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത്. ഖിലാഫത്ത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് മലബാർ കലാപം അഥവാ മാപ്പിള ലഹള എന്ന് അറിയപ്പെടുന്നത്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളാണ്. മലബാർ കലാപം ആരംഭിച്ചത് 1921 ഓഗസ്റ്റ് 20-നാണ്. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണ്? പൂക്കോട്ടൂർ കലാപമാണ്. എന്താണ് പൂക്കോട്ടൂർ കലാപം? നിലമ്പൂർ രാജാവിന്റെ പൂക്കോട്ടൂർ കോവിലകത്ത് നിന്നും കാണാതായ തോക്കിന്റെ പേരിൽ ഖിലാഫത്ത് സെക്രട്ടറി ആയിരുന്ന കളത്തിങ്കൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ കലാപമാണ് പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപത്തെ തുടർന്നാണ് മലബാർ കലാപത്തിന് കാരണമാകുന്നത്. ഇനി മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസലിയാർ, സീതി കോയത്തങ്ങൾ. ഇവർ 3 പേരുമാണ് മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ. ഇനി മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയതാരാണ്? അലി മുസലിയാരാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയതാരാണ്? TL സ്ട്രേഞ്ച് ആണ്.
മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് സേനയെ നേരിട്ട മലയാളി വനിതയാരാണ്? കമ്മത്ത് ചിന്നമ്മ. നോട്ട് ചെയ്യുക. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് സേനയെ നേരിട്ട മലയാളി വനിതയാരാണ്? കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് 1921. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇനി മലബാർ കലാപം എന്ന കൃതി എഴുതിയതാരാണ്? K. മാധവൻ നായർ. കിലാപത്ത് സുരണകൾ എന്ന കൃതി രചിച്ചതാരാണ്? M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സിനിമയുണ്ട്, അതുപോലെ തന്നെ കുമാരനാശാൻ്റെ കൃതിയുണ്ട്, ഉറൂബിൻ്റെ നോവലുണ്ട്, മലബാർ കലാപം എന്ന പേരിൽ തന്നെ ഒരു കൃതിയുണ്ട്. ഇങ്ങനെയുള്ള നോവലുകൾ, സിനിമ, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടോപ്പിക്കാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി മലബാർ കലാപത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. PSC പഠിച്ചു തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വാഗൺ ട്രാജഡി. അതുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി നോക്കാം. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൊക്കെയാണ്? TS ഹിച്ച്കോക്ക് ആണ്. വാഗൺ ട്രാജഡി നടന്ന സ്ഥലം നടന്നത് 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. ഏത് ട്രെയിനിൽ വെച്ചാണ് വാഗൺ ട്രാജഡി നടന്നത്? ഒരു ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു. MSLV 1711 എന്ന ഗുഡ്സ് ട്രെയിനിൽ വെച്ചാണ് വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? സുമിത്ത് സർക്കാരാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അടുത്തതാണ് തളി റോഡ് സമരം. കോഴിക്കോട് തളി ക്ഷേത്ര വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് തളി റോഡ് സമരം. ഐത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന ജനകീയ പ്രക്ഷോഭമാണ് തളി റോഡ് സമരം. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് C. കൃഷ്ണൻ. തളി റോഡ് സമരം നടന്ന വർഷം 1917. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? C. കൃഷ്ണൻ, KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യൻ, K. മാധവൻ നായർ. അടുത്തത് നമുക്ക് ചന്തലഹളയെക്കുറിച്ച് പഠിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുങ്ങമ്മാട് ചന്തയിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ചന്തലഹള. ചന്തലഹള നടന്നത് 1912. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം, മലബാർ കലാപം, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ ഓരോ ചോദ്യങ്ങളും എല്ലാ ചോദ്യപേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഏതു ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്, നോട്ട് ചെയ്യുക, 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹ ആശ്രമം ഏതായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ വൈക്കത്തുള്ള വെല്ലൂർ മനയായിരുന്നു വൈക്കം സത്യാഗ്രഹ ആശ്രമം. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിന സത്യാഗ്രഹികൾ ആരൊക്കെയായിരുന്നു? യഥാക്രമം പുലയ, ഈഴവ, നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ ഇവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിന സത്യാഗ്രഹികൾ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരമുറ എന്തായിരുന്നു? ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരമുറ. ഇനി
സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്, EV രാമസ്വാമി നായ്ക്കർ, CV കുഞ്ഞിരാമൻ. ഇവർ ഇത്രയും പേരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? TK മാധവൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ഏതാണ്? അകാലികളാണ്. അകാലികൾ. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭോജനശാല തുറന്നു നൽകിയവരാരാണ്? അതും അകാലികളാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരാണ്? ലാല ലാൽ സിംഗ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് M.E. നായിഡു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതുപാർവതി ഭായിയാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതു പാർവതി ഭായിയാണ്. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925 ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് ഐത്തം കൽപ്പിച്ച മനയാണ് ഇണ്ടംതുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നിരീക്ഷകനെ ആയി അയച്ചതാരാണ്? വിനോദ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ നേതാവാണ് ജോർജ് ജോസഫ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏക രക്തസാക്ഷിയാണ് ചിറ്റേടത്ത് ശങ്കുപിള്ള. അടുത്ത പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ദിവസം 1930 ഏപ്രിൽ 13. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? K കേളപ്പൻ. K കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32 പേര്. K കേളപ്പന്റെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ കോഴിക്കോട് നിന്ന് എവിടെ വരെയായിരുന്നു? പയ്യന്നൂര് വരെയായിരുന്നു ജാഥയുണ്ടായിരുന്നത്. K കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 21. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രമേതാണ്? പയ്യന്നൂരിലെ ഒളിയത്ത് കടവാണ്. ഒളിയത്ത് കടവ്. അടുത്തത്, K കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാരായിരുന്നു? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നതും മൊയ്യാരത്ത് ശങ്കരനാണ്. സത്യാഗ്രഹികൾക്ക് ആവേശം പകർന്ന വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. അടുത്തത്, കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരിയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ മലയാളി ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടി. അടുത്തത് നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. നോക്കാം. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത് ഏതു സമ്മേളനത്തിലായിരുന്നു? 1930 വടകരയിൽ JM സെൻഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ്.
ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാരാണ്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്? 1930 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത് 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നയിച്ചതാരാണ്? ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. AKജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായത് PM കുമലാവതി. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ള. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന ടോപ്പിക് എന്തായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സമരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹിക പരിഷ്കരണത്തിന് മുന്നിൽ നിന്നിട്ടുള്ള വ്യക്തികൾ, ഇവരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഡിസംബറിലാണ് എക്സാം ആദ്യത്തെ സ്റ്റേജ് നടക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഏകദേശം ഒരു 80% ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇച്ചിരി ലെങ്ത് ആയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം ബെനിഫിറ്റ് നൽകുന്നതായിരിക്കും. എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ബ്രീഫായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ പോയിന്റുകൾ തന്നിട്ടുള്ളത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഓരോ ദിവസവും മോക്ക് ടെസ്റ്റുകളിലൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.